നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി ചിറക്കര സന്ദീപ് വധക്കേസിൽ തന്റെ അമ്മയെ കൂടി ശിക്ഷിക്കണമെന്ന് കൊല്ലപ്പെട്ട സന്ദീപിന്റെ ഭാര്യ. സന്ദീപിന്റെ ഭാര്യ പിതാവ് പ്രേമരാജനെ തലശ്ശേരി കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. 2017 മെയ് 14 തലശ്ശേരി ചിറക്കരയിലെ വീടിന് മുന്നിൽ വെച്ച് സന്ദീപിനെ കുത്തിക്കൊല്ലുന്നത്. കൊലപ്പെടുത്തിയത് ഭാര്യയുടെ പിതാവ് പ്രേമരാജനാണ്. കോഴിക്കോട് പന്തിരാങ്കാവിലെ വീട്ടിൽ നിന്ന് ബൈക്കിൽ ചിറക്കരയിലെത്തിയായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം വിചിത്രമായിരുന്നു. സന്ദീപിന്റെയും ഭാര്യ നിനിഷയുടെയും മകൾക്ക് സെറിബ്രൽ പാൾസി രോഗമുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇത്തരം രോഗമില്ലെന്നും സന്ദീപിന്റെ കുഴപ്പമാണ് കുട്ടിയുടെ വൈകല്യത്തിന് കാരണമെന്നും നിനിഷയുടെ മാതാപിതാക്കൾ വിശ്വസിച്ചു. ഇതിന്റെ പേരിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കൊലപാതകം. ഇല്ല, വേറെ റീസൺ ഒന്നുമില്ല. ഇവര് കുടുംബ വൈരാഗ്യം, ഈ കല്യാണമാണ് അതിന് ഹേതുവായിട്ടുള്ള കാരണം. അതിനുശേഷം അവർക്കുണ്ടായ കുഞ്ഞ് സെറിബ്രൽ പാൾസിയുള്ള ഒരു കുഞ്ഞായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അച്ഛൻ്റെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു പരിരക്ഷ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലെ വിഷമകരമായ ഒരു കാര്യം. ആ കുഞ്ഞിന് സെറിബ്രൽ പാൾസി ഉണ്ടായതിന് കാരണം പോലും ഈ ഭർത്താവ്, ആ കുഞ്ഞിൻ കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് പ്രതിയുടെ ഒരു വിലയിരുത്തൽ. പ്രതിയുടെ ഭാര്യയും വിവാഹത്തിനെതിരായിരുന്നു. ആ തുടക്കം തൊട്ട് തന്നെ അവർ തമ്മിലെപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെന്നാണ് സാക്ഷികളുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത്. 8 വർഷങ്ങൾക്ക് ശേഷം വിധി വരുമ്പോൾ കേസിൽ സാക്ഷിയായ നിനിഷയുടെ ഉൾപ്പെടെയുള്ള മൊഴികൾ ജീവപര്യന്തം തടവ് വിധിക്കുന്നതിൽ നിർണായകമായി. ഓരോർത്ഥത്തിൽ ഇതൊരു ദുരഭിമാനക്കൊല തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് വേണ്ടത്ര രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ രീതിയിലേക്ക് ദുരഭിമാനക്കൊല എന്നുള്ള രീതിയിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്മായി അച്ഛൻ മകളുടെ ഭർത്താവിനെ വന്നിട്ട് കോഴിക്കോട് നിന്ന് വന്നിട്ട് കണ്ണൂർ തലശ്ശേരിയിൽ വന്നിട്ട് കുത്തിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇയാൾ വരുന്നത് 2 വീലർ എടുത്തിട്ടാണ് കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്ക് എത്തുന്നത്. അതും രാവിലെ ഒരു 9:30 കൊല നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് പൊളിറ്റിക്കൽ മർഡറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ മർഡർ ആണെന്ന് പറഞ്ഞിട്ട് ഈ കുത്തേറ്റ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നാട്ടുകാർ വില്ലിങ് ആയിരുന്നില്ല എന്നാണ് അതിലൊരു വസ്തുത. എന്തായാലും ഈ കേസിൽ 3 ഐ വിറ്റ്നസ് ദൃക്സാക്ഷികളെ വിസ്തരിച്ചു. 3 പേരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. 1 ആളുടെ പെങ്ങളായിരുന്നു, പിന്നെ 2 അടുത്തുള്ള ഒരു കടയിലെ ജോലിക്കാരനും അതിനടുത്തുള്ള താമസക്കാരനുമായിരുന്നു. 3 പേരായിട്ട് വിസ്തരിച്ച ആൾക്കാർ. വൈകല്യം ബാധിച്ച മകൾക്കും മകനെ നഷ്ടമായ ഒരമ്മക്കും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു തന്റേതെന്നും നഷ്ടത്തിന്റെ വേദനകൾക്കിടയിലും വിധി സന്തോഷം തരുന്നെന്നും കണ്ണീരോടെ നിനിഷ പറഞ്ഞു. അമ്മയാണ് തുടക്കം കുറിച്ചത്. ഈ കാര്യത്തിനെല്ലാം തുടക്കം കുറിച്ചത് അമ്മയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അച്ഛൻ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്ന് അച്ഛൻ ചെയ്തു, അത് അച്ഛൻ പ്രതിയാണ്. പക്ഷെ അമ്മയാണ് എല്ലാത്തിനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹൈക്കോടതി വരെ ഈ കാര്യം പറഞ്ഞ് ഞാൻ പോയി. പക്ഷെ ആരും അന്നേരം ഒന്നും എടുത്തിട്ടില്ല. അതെ, അച്ഛനാണ് ചെയ്തെങ്കിലും അമ്മേനെ പ്രതി ചേർക്കണം ഞാൻ ഹൈക്കോടതി വരെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ റെക്കോർഡ് വരെ കൊടുത്തു. പക്ഷെ അതൊന്നും അവര് സ്വീകരിച്ചില്ല. പ്രതിനെ കിട്ടി, അതാണ് പ്രതി എന്നുള്ള രീതിയിൽ അവരന്ന് പറഞ്ഞു. പക്ഷെ 3 മാസം കൊണ്ട് അന്ന് പുറത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരു രീതിയിലും എല്ലാ കേസുകൾക്കും വിധി വരുന്നു എല്ലാം പറയുന്നു. പക്ഷെ ഞങ്ങളുടെ കേസ് ഇപ്പോൾ മെയ് വന്ന 8 കൊല്ലം പൂർത്തിയാവും. ഇപ്പോഴാണ് വിധി വന്നത്. പക്ഷെ അതിൽ സന്തോഷമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്നുമില്ല. സമഗ്ര ന്യൂസ് തലശ്ശേരി.